Happy homemaker. ഹാപ്പി ഹോംമേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാരറ്റ്, ഓറഞ്ച്, ഡേറ്റ്സ് ആൻഡ് ആൽമണ്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്തിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ നീരും എടുത്തിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ തൊലിയുടെ അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, മുട്ട വേണം, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ഡേറ്റ്സിനെയും ആൽമണ്ടിനെയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേണ്ടതാണ് വെജിറ്റബിൾ ഓയിൽ. ആ വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിലാണ് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുക. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കുക. എല്ലാ ലിക്വിഡ്സും ഒഴിച്ച് ബീറ്റ് ചെയ്യണം. ആദ്യം തന്നെ മുട്ടേനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടേനെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലാണ് കേക്കിന്, ഇതിപ്പോൾ ഏതൊരു കേക്കായാലും കേക്കിന് ആ ഒരു ഫ്ലഫി എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും സാധാരണ ഹാൻഡ് ബീറ്റർ ആണെങ്കിലും ആദ്യം തന്നെ നമ്മൾ മുട്ടേനെ നന്നായി അടിച്ചിട്ട്, പഞ്ചസാര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ആ സമയത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലഫി എഫക്റ്റിലാണ് കേക്കിൻ്റെ ഫ്ലഫിനെസ് ഇരിക്കുന്നത്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ വാനില എസൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവേഴ്സ് ചേർക്കണേ. അപ്പോൾ വേറെ ഫ്ലേവേഴ്സ് ചേർക്കണേക്കാട്ടിലും നല്ലത്, ഇപ്പോൾ ഈ കേക്കിൽ വേണമെങ്കിലും നമുക്ക് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ വാനില എസൻസ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഓറഞ്ചാണ് ചേർത്തിരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് മാത്രം ചേർത്താൽ ഓറഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ സെസ്റ്റും കൂടെ ചേർക്കണത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ചിൻ്റെ ഈ തൊലിയും കൂടെ ചേർക്കണേ. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഈ മിക്സിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടുള്ള ഗ്രാന്യൂൾസ് ഉള്ള പഞ്ചസാരയാണ്, വലിയ ഗ്രാന്യൂൾസ് ഒന്നുമല്ല, എന്ന് വെച്ച് പൗഡറും അല്ല, അങ്ങനത്തെ ഒരു പഞ്ചസാരയാണ്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ അലിയാനായിട്ട് നന്നായിട്ട് നമ്മളിതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു അരിപ്പ ഐക്യെന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ അരിപ്പയിലിട്ടിട്ടാണ് ഞാൻ ഇത് ഒന്ന് അരിച്ചെടുക്കാൻ പോകണം. അരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ എന്താ പറയുക, ലംസ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒപ്പം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇടുക. അതായത് നമ്മുടെ ഫ്ലോറിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിൽ ഈ സാധനം ഉള്ള കാരണം ഞാനത് യൂസ് ചെയ്തു. ഇതപ്പോൾ ഡയറക്റ്റ്ലി ഇതിലേക്ക് ആക്കാൻ പറ്റും. നിങ്ങൾ സാധാരണ അരിപ്പയിലിട്ടിട്ട് നമ്മൾ അരിച്ചെടുത്താൽ മതി. സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്ത് ഈ മിക്സിന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് സാധാരണ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. അധികം ബീറ്റർ കൊണ്ടിട്ട് കറക്കണ്ട. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബീറ്റർ കൊണ്ട് ആദ്യം തന്നെ ഈ ഫ്ലോർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് നേരെ ഇതിനെ പ്രസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ആകെ പൊടി പകർക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ ആക്കിയതാണ്. യൂഷ്വലി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ആക്കാറ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആകെ ടേബിളൊക്കെ ആകെ കേടായിപ്പോവും. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നിന്നില്ല. ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു. കണ്ട, ഇതിങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ബീറ്റർ വെച്ച് ഒരു മിനിറ്റ് ഞാനൊന്ന് മിക്സാക്കിയേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് വല്ല സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ആൽമണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നമുക്ക് കഴിക്കുമ്പോഴും ഇടയ്ക്ക് ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴും
അത് ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. അവസാനം ഈ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓപ്ഷണലാണ്. ഡേറ്റ്സും ആൽമണ്ടും ചോക്ലേറ്റും ഒക്കെ ഓപ്ഷണലാണ്. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാണ്ട് തന്നെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി കേക്കാണ്. അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ ചെയ്തിട്ട് നമുക്കിതിനെ അവനിലേക്ക് വയ്ക്കാം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത അവനാണ്. ആ അവൻ 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യുക. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളിതിനെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്കാണ് ഈ മിക്സിനെ വെക്കാനായിട്ട് പോണത്. നമ്മളപ്പോൾ ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 തവണ നന്നായി ടാപ്പ് ചെയ്തിട്ട് അവനിലേക്ക് വെക്കാം. ഞാനിവിടെ 15 മിനിറ്റ് വെക്കാൻ പോവാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക്. പിന്നെ ഈ അവൻ ചിലപ്പോൾ ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് 60 മിനിറ്റോളം വെക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് അങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയറായിട്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിനെ പുറത്തേക്ക് എടുക്കാം. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ബേക്ക് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ അവൻ തുറന്നിട്ട് ഇത് നോക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കേടാവും. അത് അങ്ങനെ എന്താ പറയുക, വീർത്ത് വരില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേക്ക് ഒരു 50 to 60 മിനിറ്റാണ് വേണ്ടി വരിക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതിനെ കമഴ്ത്തിയിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ എടുക്കാം. അപ്പോൾ അടിയിൽ വന്ന് കിടക്കുകയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, അതേപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. സോഫ്റ്റ് മാത്രമല്ല, നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു ബിഗിനർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. Don't forget to like, subscribe and comment. Bye-bye. Have a nice day.